ഒരു കസ്റ്റമർ തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ ഇ കൊമേഴ്സ് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്താൽ അത് ഗ്രോത്ത് ആണോ? നമ്മൾ ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് കസ്റ്റമർ റീആക്ടിവേറ്റഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ സൈറ്റിൻ്റെ CRM ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പുതിയ കസ്റ്റമർ റീആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ഈ റീആക്ടിവേറ്റഡ് ആയിട്ട് ഇത്രയും യൂസേഴ്സ് വന്നിട്ടും നമ്മുടെ കമ്പനി വളരാത്തത് എന്താ? കാരണം തിരിച്ചു വരുന്ന എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിന് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, അല്ലെ ഓഫറുകൾ പുഷ് ചെയ്തിട്ടുണ്ടാവും, ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവും, പല കാര്യങ്ങൾ കൊടുത്താണ് ഒരു കസ്റ്റമറെ റീആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡിസ്കൗണ്ടിനകത്തൂടെയും നമ്മുടെ ഓഫറുകളിൽ കൂടിയും നമ്മുടെ പ്രോഫിറ്റ് മാർജിനെ അത് നന്നായിട്ട് ബാധിക്കും. അപ്പം അങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്ത് വരുന്ന അല്ലെങ്കിൽ ഓഫർ പുഷ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിനെയാണ് റീആക്ടിവേറ്റഡ് കസ്റ്റമർ എന്ന് നമ്മൾ പറയാറ്. ഡിസ്കൗണ്ട് കണ്ടുവരുന്ന കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ ആ ഡിസ്കൗണ്ട് കൊടുക്കാത്തത് അല്ലെങ്കിൽ ഓഫർ കൊടുക്കാത്തത്, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഡെലിവറി നിങ്ങൾ ഫ്രീ കൊടുത്താൽ ആ ഡെലിവറി പിന്നീട് പെയ്ഡ് ആക്കിയാൽ ആ കസ്റ്റമർ പിന്നീട് നമ്മുടെ സൈറ്റിൽ കൂടി ഓർഡർ ചെയ്യത്തില്ല. ഇത് നമ്മുടെ കമ്പനിയുടെ പ്രോബ്ലമോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിൻ്റെ പ്രോബ്ലമോ അല്ല, നമ്മളുടെ ഡെഫിനിഷൻ്റെ പ്രോബ്ലമാണ്. അതായത് റീആക്ടിവേഷനും റെസറക്ഷനും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഒരു സിറ്റുവേഷനിലാണ്. ഈ റീആക്ടിവേഷനിൽ പൊതുവെ നമ്മൾ എടുക്കുന്ന ഒരു ആക്ഷൻ, അതായത് ക്യാമ്പയിനോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിൽ കൂടി കസ്റ്റമറെ ട്രിഗർ ചെയ്തിട്ടാണ് ആ കസ്റ്റമർ നമ്മുടെ സൈറ്റിലേക്ക് വരികയും ഓർഡർ ചെയ്യുകയും ചെയ്യും. റെസറക്ഷനിലേക്ക് എത്തുമ്പോൾ കസ്റ്റമർ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് 100 ദിവസമായി കാണും, അല്ലെങ്കിൽ 150 ദിവസമായി കാണും. പക്ഷേ അവർക്കൊരാവശ്യം വന്നപ്പോൾ അവർ പെട്ടെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ സൈറ്റിനെ പറ്റിയായിരിക്കും. ഓൺലൈൻ ബുട്ടീക്ക് നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളെ പറ്റി ഈ കസ്റ്റമറിന് നല്ല അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. വീണ്ടും അവർക്കൊരു നീഡ് വരുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ആ കസ്റ്റമർ നമ്മുടെ സൈറ്റിൽ വരുന്നു, ഓർഡർ ചെയ്യുന്നു. അവിടെ പ്രത്യേകിച്ച് അവരെ ട്രിഗർ ചെയ്ത എലമെൻ്റ് ഒന്നും തന്നെ കമ്പനിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ഇതിനെയാണ് റെസറക്ഷൻ എന്ന് പറയുക. അപ്പോൾ റീആക്ടിവേഷനും റെസറക്ഷനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. എല്ലാ റെസറക്ഷനും റീആക്ടിവേഷനാണ്, പക്ഷേ റീആക്ടിവേഷൻ റെസറക്ഷൻ അല്ല. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം.